ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുൻപേടെ സംഭവബഹുലമായൊരു എപ്പിസോഡാണെന്ന്. മറ്റൊന്നുമല്ല, നെടുമ്പുരയ്ക്കൽ വീടിനോട് യാത്ര പറഞ്ഞ അലീന ഇറങ്ങുകയാണ്. അങ്ങനെ യാത്ര പറയാൻ നേരത്ത് അലീന രോഹിത്തിനോട് പറയും, നീ ശ്രദ്ധിക്കണം, അച്ഛൻ്റെ കാര്യത്തിൽ നമ്മളൊരു കാര്യം മറന്നു പോകുന്നുണ്ട്. അച്ഛനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. അപ്പോൾ അച്ഛൻ്റെ കാര്യത്തിൽ നീ നന്നായി ശ്രദ്ധിക്കണം. പിന്നെ അച്ഛനെ നന്നായി കെയർ ചെയ്യുകയും അതുപോലെ എല്ലാവരോടും നല്ല സ്നേഹത്തിൽ നിൽക്കണം. അമ്മ വന്നാലും വാശിക്കൊന്നും പോരുത് എന്നൊക്കെ പറഞ്ഞ് രോഹിത്തിനെ ഉപദേശിക്കുകയാണ് അലീന. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയും, നിൻ്റെ കാര്യത്തിൽ ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം നീ എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാണ്, നീ നന്നായി പഠിച്ചോളാമെന്ന്. അതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല എന്ന് പറയുകയാണ്. ബാലൻ പറയും, അലീന മതി, സമയം വൈകണ്ട, ഇന്ന് നമുക്ക് ഇറങ്ങാൻ നോക്കാം എന്ന്. അപ്പോൾ നമ്മുടെ അലീന വന്നിട്ട് ബബിതോട് യാത്ര പറയാൻ നമുക്ക് ബബിത പറയും, എന്നോട് ആരും യാത്ര പറയണ്ട എന്ന് പറഞ്ഞ്, എനിക്ക് യാത്ര പറയണ കേൾക്കണ്ട എന്ന് പറഞ്ഞ് ബബിത റൂമിലോട്ട് പോയി റൂമിൽ വാതിലടച്ചിരിക്കുകയാണ്. അങ്ങനെ അലീന ഇറങ്ങാൻ നേരത്ത് ഉമ്മറത്തോട്ട് വന്ന് നിൽക്കുമ്പോൾ അവിടെ കൃഷ്ണമോളും നമ്മുടെ രോഹിത്തുണ്ട്. അപ്പോൾ ബബീനെ കാണാനില്ല. അപ്പോൾ അലീന ഇങ്ങനെ ബബിതേനെ കാണുന്നുണ്ടോ എന്ന് ഉള്ളിലോട്ട് ഇങ്ങനെ നോക്കും. അപ്പോൾ കൃഷ്ണ പറയും, ഞാൻ പോയി വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് കൃഷ്ണ വിളിക്കാൻ പോകും. ബബിത പറയും, എനിക്കാരും പോകുന്നത് കാണണ്ട, എനിക്ക് എന്നോട് ആരും യാത്രയും പറയണ്ട എന്ന് പറഞ്ഞ് ബബിത റൂമിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ അലീന വളരെ വിഷമത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ്, കാരണം ബബിത വരുന്നത് കാണുന്നില്ലല്ലോ. അപ്പോൾ എന്നാൽ ശരി മോളെ, ഞാൻ പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞ് അലീന അവരെല്ലാം കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് വണ്ടിയിലോട്ട് കയറാൻ നിൽക്കുകയാണ്. അപ്പം കൃഷ്ണമോളും കരയുന്നുണ്ട്. കൃഷ്ണമോളെ സമാധാനിപ്പിച്ചിട്ട് രോഹിത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബാലൻ പറയും, മതി മോളെ, ഇനി സമയം വൈകും എന്ന് പറഞ്ഞ് ബാലൻ വണ്ടിയുടെ ഡോറ് തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ അലീന വന്ന് വണ്ടിയിൽ കയറും. അങ്ങനെ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അപ്പോൾ വണ്ടിയിൽ കയറും. അങ്ങനെ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ സങ്കടത്തിലിങ്ങനെ അലീന പോവാണ്. അങ്ങനെ തിരിഞ്ഞു നോക്കി യാത്ര പറഞ്ഞിട്ടാണ് അലീന പോകുന്നത്. അങ്ങനെ അത് കണ്ടപ്പോൾ കൃഷ്ണയ്ക്കും രോഹിത്തിനും വളരെ സങ്കടം വരെ, അവർ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കൃഷ്ണ തിരിച്ച് ബബിതയുടെ റൂമിലെത്തി കഴിഞ്ഞപ്പോൾ ബബിത അങ്ങനെ നിന്ന് കരയുന്നത് കാണും. അപ്പോൾ കൃഷ്ണ ചോദിക്കും, ചേച്ചി കരയുകയാണോ എന്ന്. ബബിത പറഞ്ഞു, ഞാൻ കരയുന്നില്ല, നീ എന്നെ ശല്യപ്പെടുത്താതെ പോയേ എന്ന് പറഞ്ഞ് ബബിത കൃഷ്ണമോളെ ചീത്ത പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ അതിനുശേഷം കൃഷ്ണമോൾ അവിടെ നിന്ന് പോയതിനു ശേഷം ബബിതയിൽ നിന്നിങ്ങനെ ബബിതയ്ക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ ബബിത നന്നായി കരയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു വണ്ടിയെടുത്ത് മറ്റേ ബാലനും അലീനയും കൂടി വണ്ടിയെടുത്ത് വണ്ടിയിൽ പോവുകയാണ്. അങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ബാലനും അലീനയും തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ബാലൻ പറയും, അലീനയുടെ കരച്ചിൽ കണ്ടപ്പോൾ പറയും, നീ എന്തിനാ മോളെ നീ ഇത്രയും മനസ്സ് വിഷമിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകണത്, നിനക്ക് തന്നെയല്ലായിരുന്നു വാശി അവിടെ നിന്ന് പോകണമെന്ന്, പിന്നെ നീ ഇങ്ങനെ മനസ്സ് വിഷമിപ്പിച്ചിട്ടാണെങ്കിൽ പിന്നെ എന്തിനാ അവിടെ നിന്ന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു, നിനക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നിന്നാൽ പോരെ. അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനെയല്ല അച്ഛാ, കുറേ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ വേണം, അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അവിടെ നിന്ന് പോരുന്നത്. പിന്നെ എനിക്ക് അവിടെ നിന്ന് വരാൻ താല്പര്യമൊന്നുമില്ല, കാരണം എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മയും എൻ്റെ കൂടപ്പിറപ്പുകളെയും വിട്ടിട്ട് ആ വീട്ടിൽ നിന്ന് ഞാൻ പോരുക എന്ന് പറയുമ്പോൾ എനിക്കത് വളരെയധികം സങ്കടമുണ്ട്. പക്ഷേ എന്നാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, ഞാൻ എൻ്റെ അമ്മയെ അന്വേഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നതെങ്കിൽ എനിക്ക് അമ്മയ്ക്ക് പുറമെ അച്ഛനെയും സഹോദരങ്ങളെയും ഒക്കെ കിട്ടിയല്ലോ, എനിക്ക് അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞ് അലീന അങ്ങനെ ചിരിക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ അലീന പറയും, എനിക്ക് ഇത്രയും നല്ലൊരു അച്ഛനെ കിട്ടിയല്ലോ, അതിലാണ് ഞാൻ ഏറ്റവും ദൈവത്തിനോട് നന്ദി പറയുന്നത്. അപ്പോൾ ബാലന് സങ്കടം സഹിക്കാൻ വയ്യ, ബാലനെ വിഷമം സഹിക്കാൻ വയ്യാതെ ബാലൻ ഇങ്ങനെ വിഷമം കടിച്ചു പിടിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബാലൻ. അപ്പം ബാലൻ പറയും, മോളെ നീ ഇങ്ങനെ വിഷമിച്ച് ഇവിടെ നിന്ന് പോകുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ ഇല്ല അച്ഛൻ വിഷമിക്കേണ്ട. അപ്പോൾ ബാലൻ പറയും, ഞാൻ ഇതുപോലെ തന്നെയാണ് നിന്നെ യാത്രയാക്കാൻ ആഗ്രഹിച്ചത്, ഈ സാരി കൊടുത്ത് ഈ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ട് യാത്ര അയക്കണമെന്നാണ് ആഗ്രഹിച്ചത്, പക്ഷെ സന്ദർഭം ഇത് ഇങ്ങനെ ആയിരുന്നില്ല, സിറ്റുവേഷൻ മാത്രം വേറെയായിരുന്നു, നിന്നെ വിവാഹം കഴിപ്പിച്ച് അയക്കണമെന്നാണ് ഞാൻ ഇവിടെ നിന്ന് ആഗ്രഹിച്ചത് എന്ന്. അപ്പോൾ അലീന പറയും, സാരമില്ല അച്ഛാ, ഇത് ദൈവനിയോഗം എന്ന് പറഞ്ഞ് അലീന അങ്ങനെ പാവം ബാലനെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നെ പറയും, അമ്മ വന്നു കഴിഞ്ഞാൽ അച്ഛൻ വാശി കാണിക്കാനൊന്നും നിൽക്കരുത്, അച്ഛൻ വാശിയൊക്കെ ഒന്ന് കുറയ്ക്കണം എന്ന് പറയുകയാണ്. അമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ കുറേയൊക്കെ ക്ഷമിക്കണം, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ബാലൻ പറയും, വൈജയന്തിയുടെ വിചാരം ഇപ്പോൾ നീ പോയി കഴിഞ്ഞാൽ വൈജയന്തി ജയിച്ചു എന്നാണ്, പക്ഷേ അവളുടെ ഈ വിജയം താൽക്കാലികമാണെന്ന് അവൾ മനസ്സിലാക്കുന്നില്ല. അവൾ ശരിക്കും വിജയമല്ല, അവൾ തോൽവിയാണ് അവൾക്ക് ഇതിലുകൊണ്ട് കിട്ടുന്നത്, അത് അവൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് ബാലൻ പറയുകയാണ്. അപ്പോഴും അലീന വീണ്ടും വിഷമങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ശ്രമിക്കണം. പക്ഷേ ബാലന് സഹിക്കാൻ പറ്റുന്നില്ല. ബാലൻ നെഞ്ചുപൊട്ടി ഇങ്ങനെ വിഷമം ഉള്ളിലൊതുക്കിക്കൊണ്ട് കരയുന്നതാണ്. വിഷമം ഉള്ളിലൊതുക്കിക്കൊണ്ട് ബാലൻ ഇങ്ങനെ നിൽക്കുകയാണ്, പാവം തോന്നും. അങ്ങനെ അപ്പോൾ അലീന പറയും, എന്നാൽ ശരി അച്ഛൻ, നമുക്ക് വേറെ വല്ലതും സംസാരിക്കാം, സന്തോഷമുള്ള വല്ല കാര്യങ്ങളും സംസാരിക്കാം എന്ന് പറഞ്ഞ് അവർ സംസാരം
ഇതിനെക്കുറിച്ചുള്ള സംസാരമൊക്കെ നിർത്തിയിട്ട് വേറെയും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ മറ്റേ ഒരു മനുവിൻ്റെ വീട്ടിൽ ശിവനും ഗംഗനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ശിവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വൈജയുടെ കാര്യമാണ്. വൈജയനെ ഇനി തിരിച്ച് എപ്പോഴാണ് കൊണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കമല സന്തോഷം കൊണ്ട് ഓടി വരുന്നത്. അപ്പോൾ കമല പറയും, നിങ്ങളൊരു കാര്യം പറഞ്ഞോ ശിവേട്ട എന്ന്. അപ്പോൾ ശിവൻ ചോദിക്കും എന്താ? അപ്പോൾ ശിവനൊക്കെ എങ്ങനെ ചോദിക്കും, എന്താ കാര്യം, നീ എന്തത്ര സന്തോഷത്തിൽ നിന്ന്? അതെ, വേറെ ഒന്നുമല്ല, അലീന അവിടെ നിന്ന് പോയി, നെടുമ്പുരയ്ക്കൽ നിന്ന് അലീന ഇറങ്ങി എന്ന് പറയുകയാണ്. അപ്പോൾ ഗംഗൻ ചോദിക്കും, എവിടേക്ക് പോയി എന്നാണ് നീ പറയുന്നത്? അതൊന്നും അറിയില്ല, ബാലൻ അവളെ വണ്ടിയിൽ കയറ്റിയിട്ട് എങ്ങോട്ടോ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് സന്തോഷത്തിൽ പൊട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ കമല. അപ്പോൾ ശിവൻ ചോദിക്കും, എവിടേക്കാണ് കൊണ്ടുപോയെന്ന് നിനക്കറിയില്ല? അതൊന്നും അറിയില്ല, നിന്നോട് ഇതാരാ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് ശിവൻ. ഓ, എന്നോട് രഞ്ജുവാണ് പറഞ്ഞത്, ബബിത രഞ്ജുവിനെ വിളിച്ചിരുന്നു, അപ്പോൾ പറഞ്ഞതാണ്. എന്തായാലും എവിടേക്കാണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല, ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കമല പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗംഗ പറയാം, അവൾ പോയാൽ നീ എന്തിനാ അങ്ങനെ കിടന്ന് സന്തോഷിക്കുന്നതെന്ന്? അവൾ പോയതിന് ഞാൻ സന്തോഷിക്കും, കാരണം അവൾ എന്ന് വലത് കാലം വെച്ച് കയറി അന്ന് തുടങ്ങിയതാണ് വൈജയുടെ വീട്ടിലും നമ്മുടെ വീട്ടിലും പ്രശ്നങ്ങൾ. ഇപ്പോൾ അവളൊന്നും ഇറങ്ങിയല്ലോ, അവൾ ഈ കോട്ടയം ജില്ലയുടെ ബോർഡർ കടന്നാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം തീരുമെന്ന് പറയുകയാണ്. അപ്പോൾ ശിവൻ കളിയാക്കി ചോദിക്കും, അല്ല അവരുടെ വീട്ടിലും നമ്മുടെ വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടായത് അവിടുത്തെ ആൾക്കാരും നമ്മുടെ വീട്ടിലെ ആൾക്കാരും നന്നല്ലാത്തത് അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ അവൾ പോയി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലാരെങ്കിലും ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ ബിസിനസ്സൊക്കെ വിജയിക്കുമെന്നാണോ നീ പറയുന്നതെന്ന്? അപ്പോൾ കമല പറയും, എനിക്കതൊന്നും അറിയില്ല, എൻ്റെ മോനെ വശീകരിച്ച് അവൾ വശത്താക്കി കുറേ പ്രശ്നങ്ങളുണ്ടാക്കി, എനിക്ക് അതൊക്കെ മാറുമല്ലോ, അതൊക്കെ ഒന്ന് അവസാനിക്കില്ല, അത് മാത്രമാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുകയാണ്. അങ്ങനെ കമൽ സന്തോഷിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് പോവാണ് വൈജയുടെ അടുത്ത് ഈ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗംഗൻ പറയും, അവളെ എവിടേക്കാണ് അവ കൊണ്ടാക്കിയിട്ടുള്ളത് എന്ന്. അപ്പോൾ ശിവൻ പറയും, അത് അറിയില്ല, എവിടേക്കാണെന്ന് നമുക്കറിയില്ലല്ലോ എന്ന്. കുളത്തൂപ്പുഴയാണെന്നല്ലേ പറഞ്ഞത്, ആരാണ് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഗംഗൻ പറയും, ഞാനിനി എന്തായാലും പോകാൻ നോക്കട്ടെ, ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് വെച്ചെങ്കിൽ നീ വിളിച്ചാൽ മതി, നീ എന്നാ പോണത് എന്ന് ചോദിക്കുകയാണ് ശിവൻ്റെ അടുത്ത് ഗംഗൻ. അപ്പോൾ ശിവൻ പറയും, ചേട്ടാ എനിക്ക് ഈ പ്രശ്നം മാത്രമല്ലല്ലോ, ഹരിയുടെ കാര്യത്തിലും കൂടെ എന്തെങ്കിലും തീരുമാനമാക്കണ്ടേ, ജോലിയൊക്കെ പോകുമെന്നാണ് തോന്നുന്നത്, എന്നാലും സാരല്ല, ഇതിനൊരു സൊല്യൂഷൻ എന്തായാലും വേണമല്ലോ, പിന്നെ ഗംഗേട്ടന് ജോലിയുടെ കാര്യമൊന്നും പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഗംഗൻ പറയുന്നുണ്ട്, ജോലിയുടെ കാര്യം പ്രശ്നമില്ലാത്തുള്ളൂ, പക്ഷേ ഭാര്യ പോകുമെന്നാണ് പേടി. ഇപ്പം എങ്ങനെ മാലതി ഇപ്പോൾ വേറെ കുറേ കാര്യങ്ങൾ എൻഗേജ്ഡ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല, അത് അങ്ങനെയായിട്ട് പൊക്കോളും. അപ്പോൾ ശിവൻ പറയുകയാണ്, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ട് വെച്ചെങ്കിൽ ഞാൻ രാജീവനെയോ മനുവിനെയോ വിളിച്ചോളാം, മനുവൊക്കെ ആണെന്ന് വെച്ചെങ്കിൽ ബാലചന്ദ്രൻ്റെ അടുത്ത് ഒന്ന് നയത്തിലൊക്കെ നിന്നോളും, അതും ആലോചിച്ചിട്ട് വിഷമിക്കേണ്ട, ഗംഗേട്ടൻ പോകാൻ നോക്കിക്കോളൂ, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറയുകയാണ് ശിവൻ. അങ്ങനെ ഗംഗനും അവിടെ നിന്ന് പോവാം, തിരിച്ച് കൂനൂർക്ക് പോവാം എന്നുള്ളൊരു ധാരണയിലാണ് ഗംഗനും നിൽക്കുന്നത്. പിന്നെ ഈ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കമല ഓടി ചേർന്ന് വൈജയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയും, വൈജയ് നീ അറിഞ്ഞോ, നിൻ്റെ ഏറ്റവും വലിയ ശത്രു പടി ഇറങ്ങി എന്ന് പറയുകയാണ്. അപ്പോൾ വൈജയ്ക്ക് സന്തോഷം, കമലയ്ക്ക് സന്തോഷം. അപ്പോൾ പിന്നെ കമല പറയും, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിൻ്റെ മക്കളും ഭർത്താവും സന്തോഷത്തിലല്ല അവളെ യാത്രയാക്കി വെച്ചിട്ടുള്ളതാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ അപ്പോൾ അവൾ എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാൻ സാധ്യതയുണ്ട്, അതും കൂടി പറയുകയാണ്. നിൻ്റെ വീട്ടുകാരെല്ലാവരും അവളെ കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറയുകയാണ്. അപ്പോൾ വൈജ പറയും, അതൊന്നും നടക്കില്ല, കാരണം ഇനി അവളെ ഞാൻ ഈ വീട്ടിലോട്ട് കയറ്റില്ല എന്ന് പറഞ്ഞിട്ട് വൈജ പറയുകയാണ്. പിന്നെ വൈജ നമ്മുടെ ബബിതേനെ നാളത്തെ എപ്പിസോഡുണ്ട് ഇതൊക്കെ, വൈജ ബബിതേനെ വിളിക്കുന്നുണ്ട്. വൈജ ബബിതേനെ വിളിക്കുമ്പോൾ ബബിതയ്ക്ക് നല്ല ചീത്തയാക്കും. അമ്മ സന്തോഷിക്കാൻ വേണ്ടി വിളിച്ചതല്ലേ, അമ്മ ഉള്ളപ്പോൾ ആ പാവത്തിന് ഒരിത്തിരി പോലും സമാധാനം കൊടുത്തിട്ടില്ലല്ലോ, എന്തായാലും പോയി, ഇപ്പം അമ്മയ്ക്ക് സമാധാനമായല്ലോ എന്ന് പറഞ്ഞ് വൈജയുടെ അടുത്ത് ബബിത കലിപ്പിൽ നിൽക്കുകയാണ്. അങ്ങനെ വൈജ എന്നിട്ട് ബബിത ദേഷ്യം പിടിച്ചിട്ട് ഫോൺ കട്ട് ചെയ്ത് ഫോൺ എടുത്തിട്ട് ബെഡിലോട്ട് എറിയൊക്കെ കാണിക്കണം. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. കൂടുതൽ നേരത്തെ സീരിയലിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.